മാലാ പാർവതി, താങ്കൾ കേട്ടിരിക്കുമല്ലോ പറഞ്ഞതെല്ലാം തന്നെ. അപ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. ശരിയാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്രത്തോളം പ്രതികരിച്ച് ശീലം ഉണ്ടാവുകയില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് ഒരു നിലപാട് കൂടിയായിരുന്നില്ലേ? ആ തരത്തിലേക്ക് സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതെ, അദ്ദേഹത്തിന് അറിയാവുന്നത് അതിനൊരു രീതി ഇതാണ്. അദ്ദേഹം ഇങ്ങനെ എത്രയെങ്കിലും സംസാരിച്ചല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുന്നു, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ അത് വരുന്നത് എന്താണെങ്കിലും ഞാൻ അതിനെ എതിർക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ നടന്നുപോയി, നമുക്ക് ഇനി എങ്ങനെ നന്നാക്കാം, ഇത്രയും ഇതിൽ തന്നെ എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങളിൽ അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാതെ നടന്നുപോയി, ഇനി നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം, അതിന് തീരുമാനം എടുക്കേണ്ട ആള് ഞാൻ മാത്രമല്ല, വേറെ സംഘടനകളുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഉയർന്നു വന്ന ഒരു ആരോപണങ്ങളിൽ കൃത്യമായിട്ടൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ? കാരണം അത്ര പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ശ്രീമതി മാലാ പാർവതി നമ്മുടെ ഈ ഫീൽഡിലൊക്കെ ഉണ്ടായത്, അതുകൊണ്ടുകൂടിയാണ്. ഒരു ഇമോഷണൽ വിഷയവും കൂടിയാണ്. നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരു മേഖലയല്ലേ, അതൊരു ഈ പെട്ടെന്ന് നമുക്ക് പറയുന്ന അത്രയും ഒരു എല്ലാവരും വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് സിനിമയിലെ ആൾക്കാർ കടന്നു പോകുന്നത്. എന്റെ അറിവില് എല്ലാവരും വളരെ എന്നുവെച്ചാൽ ശരിയുടെ പക്ഷത്താണ് കാര്യങ്ങൾ. ഞാൻ അവരെ ഒന്നും ഇതാക്കി പറയല്ല, ഇങ്ങനെയൊക്കെ നടക്കേണ്ടതാണ്, അനിവാര്യമാണ്. പക്ഷെ എന്നാലും ഇത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചൊരു ആശങ്കയിലും ഒക്കെയാണ്. തീർച്ചയായിട്ടും അത് പറയുമ്പോഴും ഇപ്പോൾ ഈ സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ കൂടിയാണ് ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ആ സംഘടനയുടെ കാര്യമെങ്കിലും ഒരുപക്ഷെ മുന്നിലേക്ക് എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ പോലും ഒരു ഓൺലൈൻ മീഡിയയിലൊക്കെ പലരും നാഷണൽ മീഡിയയിലൊക്കെ പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മൗനം തുടരാൻ പാടില്ല. അതിനു മുൻപായിട്ട് അമല പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലപ്പത്ത് സ്ത്രീ പ്രാതിനിധ്യം പോലും ഉണ്ടാകണം. ആ രീതിയിൽ സംഘടനയെ ഏത് തരത്തിൽ മുന്നിലേക്ക് കൊണ്ടുപോകാം, അതുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയേണ്ടതായിരുന്നില്ലേ? ചർച്ചകൾ നടക്കും, ശരിയാണ്. അത് ഈ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം എന്ത് മാറ്റത്തിനും തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എല്ലാം അല്ല സിനിമയിൽ, ഇതൊരു ക്ലബ്ബാണ്, ഇതൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള ഒരു കാര്യമല്ല. ഒരു അൺനെസസറി ഇമ്പോർട്ടൻസ് അമ്മയ്ക്ക് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയുള്ള, അവർ പറഞ്ഞില്ലേ, അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയുള്ള ബെനിഫിറ്റ്, അമ്മയിലെ മെമ്പേഴ്സിന് വേണ്ടിയുള്ള ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. അപ്പൊ അത് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ നമുക്ക് ആക്ടേഴ്സിനൊരു സംഘടന ഇല്ല, അത് വരണം, മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ളൊരു കാര്യമല്ല. അപ്പൊ ഇവരൊരു എന്നുവെച്ചാൽ ഒരു ഉള്ളതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുന്നു, ഫണ്ട് നോക്കുന്നു, ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, 5 ലക്ഷം രൂപയോളം പിന്നെ ഈ മരുന്നിന്റെയും കാര്യങ്ങൾ. ഇപ്പൊ ഒരാൾക്കൊരു അമ്മയിലെ മെമ്പർ പ്രായമായ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ കാര്യവും ടേക്കൺ കെയർ ഓഫ് ആണ്. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും മരുന്നിന്റെ ബില്ല് കൊടുത്തയച്ചു കഴിഞ്ഞാൽ മുഴുവൻ പൈസയും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൊരു ഭയങ്കര സന്തോഷത്തിലാണ് ഇവരൊക്കെ, അത് ചെയ്യുന്നതിൽ അഭിമാനവും ഉണ്ട്. പക്ഷേ മറ്റ് ആക്ടേഴ്സിന്റെ പുതിയതായിട്ടോ അല്ലെങ്കിൽ പൊതുരംഗത്തോ പുതിയതായി വരുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ, ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വരുമ്പോ നീ ആരാ, അല്ലെങ്കിൽ നിങ്ങൾ ഏതാ, ഇതൊന്നും ഇല്ല, ഇത്രയൊക്കെ പറ്റുള്ളൂ, അങ്ങനെ പറ്റത്തില്ല, ബാത്റൂം എവിടെയും ഇപ്പൊ ഇങ്ങനെയുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളൊന്നും ഇവരൊന്നും അറിയുന്നില്ല, ഇവരുടെ ഒന്നും കാതിലെത്തുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കേട്ട് ഇതിനൊരു കുറെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നുണ്ട് ഫെസ്കയില്. കാരണം അതൊരു ട്രേഡ് യൂണിയൻ സ്വഭാവമുണ്ട്. ഞങ്ങൾക്ക് ആക്ടേഴ്സിന് അങ്ങനെ ഒരു സ്ഥലമില്ല, അത് ഉണ്ടാവണം. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീമതി മാലാ പാർവതി പ്രതികരിച്ചതിന്.